ഹലോ കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഇന്നിതാ നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് ഈ മുന്തിരിത്തോട്ടത്തിലെ സംഭവങ്ങൾ ഞങ്ങൾ എന്തായാലും നിങ്ങളെ കാണിക്കാം. ഇത് നമുക്ക് കുമളിയിൽ നിന്നും തമിഴ്നാട് കമ്പത്തിനടുത്തായിട്ടാണ് ഈ സ്ഥലം. കമ്പത്തിനും കൂടല്ലൂരിനും ഇടയ്ക്കായിട്ടാണ് ഈ മുന്തിരിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഇതിൽ കൂടി വരുമ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കയറുവാണെങ്കിൽ അതിഗംഭീരമാണ് കേട്ടോ. ഈ സമയത്ത് നല്ല പഴുത്ത് കിടക്കുന്ന മുന്തിരിങ്ങ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്ന് ഞാനും റോസുമോളും ഇമ്മാനുവലും അന്നക്കുട്ടിയും ചേട്ടച്ചാരും കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ അന്നമ്മ എന്തെങ്കിലും ഒരു മുന്തിരി കണ്ടപ്പോൾ തന്നെ അതിൽ കയറി പിടിച്ചു. ഇതാ ഒരെണ്ണം അവൾ പറിച്ച് കയ്യിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു മുന്തിരിക്കൊല പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 500 രൂപ പിഴയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നമ്മ പറിക്കല്ലേ എന്ന് പറഞ്ഞിടത്ത് അവളിതാ 2 എണ്ണം പറിച്ച് കൈക്കലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പയ്യെ മുന്നോട്ട് പോവാണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു മുന്തിരിത്തോട്ടം കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി 4 പേരും കൂടി അങ്ങോട്ട് പയ്യെ അടിവെച്ച് പോവാണ് കേട്ടോ. അപ്പം അന്നമ്മ കയ്യിൽ പറിച്ചെടുത്ത മുന്തിരിങ്ങ വിടാതെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. കാരണം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്ത് കവാത്തെടുത്തിരിക്കുന്നത് കൊണ്ട് വലുതായിട്ടുള്ള മുന്തിരിപ്പഴം കാണുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു മുന്തിരിത്തോട്ടമുണ്ട്. ഇതാണ് അന്നക്കുട്ടി പറിച്ച മുന്തിരിങ്ങ പച്ച. ഇത് നല്ല പഴുത്തത്, പക്ഷേ നല്ല മധുരമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ചിലപ്പം കവാത്തെടുത്ത് കഴിഞ്ഞ് കൊണ്ടുവരുന്നതൊക്കെ ആയിരിക്കും. അത് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത തോട്ടത്തിലോട്ട് പയ്യെ യാത്ര ആവുകയാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നിസ്സാരമൊന്നുമല്ല. കുലകുല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്. കണ്ടോ, നിറയെ കിടക്കുകയാണ്. നമ്മൾ പന്തലിട്ട് നിർത്തിയിരിക്കുന്നതാണ്. നമുക്ക് കുനിങ്ങി നടക്കാനേ പറ്റുള്ളൂ. അതുപോലെ തരത്തിലാണ് മുന്തിരിങ്ങ പഴുത്ത് കിടക്കുന്നത്. ഇമ്മാനുവും ചേട്ടച്ചാരും പല പോസ്റ്റിലൊക്കെ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പില്ല, പക്ഷെ ഞാൻ എടുക്കുന്നത് വീഡിയോയാണ്. അങ്ങനെ ഞങ്ങൾ പയ്യെ ഒരു സൈഡ് മൊത്തം നല്ല പിഞ്ചാണ് കേട്ടോ. അത് ഏകദേശം വിളഞ്ഞ് വരുന്ന ഒരു സംഭവമാണ്. പക്ഷെങ്കിൽ ഇത് പച്ചമുന്തിരി അല്ല. കണ്ടവർക്ക് നമ്മൾ വേർതിരിച്ച് കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ആയിരിക്കുമെന്ന് അല്ല. ഇതോരോ സൈഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കയറുന്നിടത്ത് തന്നെ നമുക്ക് അവർ 3-4 മുന്തിരിങ്ങ ചെറിയ പാത്രത്തിൽ തരും. കാരണം നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്, നമുക്ക് മേടിക്കാൻ വേണ്ടി, മധുരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തായാലും ഞങ്ങൾ മേടിച്ച് ഓരോന്ന് കഴിച്ച് നോക്കി. നല്ല മധുരമുണ്ട്. ഇതാണ് മുന്തിരിങ്ങ. കണ്ടാൽ തന്നെ ഭയങ്കര കുളിർമയാണ് കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് തിന്നാൻ മേടിക്കാനുമായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ തരത്തിൽ അന്നക്കുട്ടിയെ കൊണ്ടൊക്കെ പിടിപ്പിച്ചൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മുന്തിരിക്കല തൊടാനൊന്നും പാടില്ലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തൊടുന്നത് കണ്ടാൽ 500 രൂപ ഫൈൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിള്ളേരുടെ അടുത്ത് നമ്മളത് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അവർ തൊട്ടേ പറ്റൂ. അവരോട് ചെയ്യല്ലേന്ന് പറയുന്നതല്ലേ കുട്ടികൾ ചെയ്യത്തുള്ളൂ. എന്തേലും ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ പോവാണ്. അന്നക്കുട്ടിയെ നിർബന്ധിച്ചാണ് ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അവൾ മാക്സിമം കയ്യിലൊതുക്കി പറിക്കാനാണ്. കാരണം കുട്ടികളല്ലേ, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്തോ കളിപ്പാട്ടമാണെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അന്നക്കുട്ടിയോട് പറയുന്നത് പയ്യെ തുടരുമെന്ന് പറയുമ്പോൾ അവൾക്കത് മനസ്സിലായി കേട്ടോ. അവൾ അതുപോലെ പയ്യെ തൊടുന്നുണ്ട്. അനുസരണമുള്ള പാവം കുട്ടിയാണ് നമ്മുടെ അന്നക്കുട്ടി.
അനുകുലിയുടെ എന്ത് പറഞ്ഞാൽ അവൾ അതുപോലെ അനുസരിക്കും. അവളല്ല, 3 പേരും അതെ. കണ്ടോ, അവൾ പറിച്ചിട്ട് വിട്ട് കളഞ്ഞു. അവളോട് കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി. പക്ഷെ അവളോട് മര്യാദയ്ക്ക് പറയണം. അവളോട് ആജ്ഞാപിക്കില്ല. അപേക്ഷിച്ചാൽ അവൾ ഓക്കെയാണ്. ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ പറിക്കില്ലേ എന്ന് പറഞ്ഞാൽ അവൾ പറിച്ചിട്ട് തന്നെ മാറുള്ളൂ. എന്തായാലും ഞാൻ പയ്യെ ക്യാമറയൊക്കെ മുന്തിരിയുടെ അടിയിൽ കൂടി ഇങ്ങനെ പിടിച്ച് പോവാണ് മുന്നോട്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ എന്തായാലും മുന്തിരിത്തോട്ടത്തിൽ നിങ്ങൾ തിരികെ പോവാൻ പുറത്തോട്ട് പോവുകയാണ്. ആ വരുന്ന വരവാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മുന്തിരിത്തോട്ടം അപ്പം ആരെങ്കിലുമൊക്കെ തമിഴ്നാട് വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം. ഓക്കെ, ബൈ ബൈ.